ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി, പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഇപ്പോൾ ആ കുട്ടി വൈറലായിരിക്കുന്നത് ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ ഭരണിക്ക് കോമരം തുള്ളിയോടെയാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞേക്കാണ്. ഇപ്പോൾ കുറച്ച് 5-8 ദിവസമായല്ലോ നിറഞ്ഞേക്കാണ്. എപ്പോൾ എടുത്തു നോക്കിയാലും അതേ കാണാനുള്ളൂ. സത്യത്തിൽ മോണലിസ പോലെ തന്നെ ഒന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വൈറലായി എന്ന് തന്നെ പറയാം. 2 വിഭാഗമായിട്ടാണ് ജനം ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്. ഒന്നത് ഭ്രാന്ത് കാണിക്കുന്ന എന്നുള്ള രീതി, ആ കുട്ടിയുടെ ഭാവി പോയി, അല്ല ഇനി അതിനെ ആൾദൈവമാക്കും, വീണ്ടും ഒരു സുധാമണി, ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ ആൾക്കാർ അമ്മയെ ദേവി തന്നെയാണ്, ദേവി അതിന്റെ മുഖത്തെ ചൈതന്യം കണ്ടില്ലേ എന്ന് പറഞ്ഞ് തൊഴുവാണ് ചെയ്യുന്ന ജനങ്ങൾ. ഇങ്ങനെ ഒരു ഇതുണ്ട്. ആദ്യമേ തന്നെ പറയാം, കൊടുങ്ങല്ലൂർ അമ്പലത്തില് ദൈവത്തെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ, നിരീശ്വരവാദിയൊന്നുമല്ല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പ്രത്യേക ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് പോയപ്പോൾ 5 വയസ്സൊക്കെ എനിക്കുള്ള കാലത്ത് അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് പോയപ്പം അവിടെ പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുക്കുമല്ലോ. അപ്പം ഉണ്ടായിരുന്ന ഒരു തിരുമേനി പുഷ്പാഞ്ജലിക്ക് മേടിച്ചിട്ട്, പിന്നെ പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണോ അതോ ഇടയ്ക്ക് ഇറങ്ങിപ്പോയതാണോ എന്നറിയില്ല, പുള്ളി പോയി അങ്ങോട്ട്. അത് ഞങ്ങൾ ആ പുഷ്പാഞ്ജലിയൊക്കെ കഴിഞ്ഞ് കിട്ടുമല്ലോ, കിട്ടുന്ന സമയത്ത് അത് മേടിച്ച് അച്ഛനും അമ്മയൊക്കെ ആ പുഷ്പാഞ്ജലി മേടിച്ചു. അത് ഞാൻ മേടിച്ച് കൈ പിടിച്ചു. അപ്പൊ അന്ന് ചെറിയ കുട്ടിയായോണ്ട്, എന്നിട്ട് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരുന്ന ആ പുഷ്പാഞ്ജലി മൊത്തം ഒരു കാക്ക വന്ന് കുത്തി വലിച്ച് താഴെയിട്ടു, മൊത്തത്തിൽ താഴെയിട്ടു. 3 എണ്ണം എങ്ങാണ്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഞാനും. അതെ, ആ പുഷ്പാഞ്ജലി മുഴുവൻ കാക്ക കൊത്തി നിലത്ത് വലിച്ചിട്ട്. അപ്പോഴത്തേനും അമ്മ എന്നെ ചീത്താൻ പറയാൻ തുടങ്ങി, പിടിച്ചു വെക്കാൻ, ശരിക്കും പിടിക്കാഞ്ഞിട്ടാണെന്ന്. അപ്പം ഈ ആദ്യ പുഷ്പാഞ്ജലിക്ക് മേടിച്ച നമ്പൂരിയല്ല, അത് കഴിഞ്ഞ് തന്നത് വേറൊരു നമ്പൂരിയാണ്. അപ്പൊ ആ മേടിച്ച പുഷ്പാഞ്ജലിക്ക് വാങ്ങിയ ആ നമ്പൂതിരി അങ്ങ് ഒരു നടക്കല്, അവരുടെ വീടിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് വഴക്ക് പറയണ്ട, കൈകൊട്ടി, അവിടുന്നേ കൈകൊട്ടിയിട്ട് അത് നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞു. ആ പുഷ്പാഞ്ജലി ആള് മാറി നമ്മുടെ കയ്യിൽ തന്നാണ്. ഞങ്ങളുടെ പേരും നാളും പറഞ്ഞുള്ള പുഷ്പാഞ്ജലി അല്ല, അത് ആള് മാറിയ മറ്റാരുടെ ആയിരുന്നു. അതുകൊണ്ടാണ് അത് കാക്ക അങ്ങനെ കുത്തിക്കളഞ്ഞതെന്നാണ് പുള്ളി പറഞ്ഞത്. ഏതായാലും രണ്ടാമത് ഞങ്ങൾക്ക് പുഷ്പാഞ്ജലിയൊക്കെ തന്നു. അങ്ങനെ ഒരു സംഭവം ചെറുപ്പകാലത്തുണ്ടായതുകൊണ്ട് എനിക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വിശ്വാസം, ഞാൻ പോകാറുമുണ്ട് കേട്ടോ. ഞാൻ എറണാകുളത്താണ് ഇപ്പൊ താമസിക്കുന്നത്. അവിടുന്ന് കൊടുങ്ങല്ലൂർ പോകാൻ എളുപ്പമാണ്, അങ്ങനെ പോകാറുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തില് പക്ഷെ എന്ന് പറഞ്ഞാലും ദേവിയുടെ ശക്തിയാണ് ഇവര് കോമരം തുള്ളുമ്പോൾ ഉണ്ടാവുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആ കുട്ടിയെ, അതായത് ശ്രീലക്ഷ്മിയെ ഒരു ആൾദൈവം പോലെ, ആൾദൈവങ്ങളിൽ എനിക്കൊരു വിശ്വാസമില്ല. ആ കുട്ടിയെ പിടിച്ച് ഒരു ആൾദൈവം ആക്കിയിട്ട് അതിനെ തൊഴുത് അതിനെ ദേവിയായിട്ട് സങ്കല്പിച്ച് ആ സമയത്ത് ചെയ്താലും നമുക്ക് സഹിക്കാം. പിന്നെയും അതിനെ ഒരു ആൾദൈവത്തിലേക്ക് നയിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ കുട്ടി അന്നത്തെ ദിവസത്തെയൊക്കെ ഒന്ന് കാണും. കരിങ്കാലിയല്ലേ ഈ കൊടുങ്ങല്ലൂരമ്മ കണ്ണകിയാന്നും, കണ്ണകിയും കോവിലന്റെയും കഥയാണ്, കോവിലന്റെയും കഥയാണ് ഈ കൊടുങ്ങല്ലൂരമ്മയുടെ ജീവിതകഥ. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ദേവി അത്രയും വിശ്വസിച്ച് അവർ രണ്ടുപേരുടെ പ്രണയിച്ച് ഒരിടത്ത് മധുര രാജ്യത്ത് പോയി താമസിക്കുന്നു. അവിടുന്ന് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പം ഒരു ചിലമ്പ്, ആ ചിലമ്പിന്റെ അകം നിറയെ രത്നങ്ങളാണ്, ഒരു ചിലമ്പൂരി
കോവിലിന്റെ കൈ കൊടുത്ത് അത് രാജാവിന്റെ കൈ പാണ്ഡ്യരാജാവിന്റെ കൈ കൊടുത്ത് അത് വിൽക്കാം, അല്ലാതെ മാർക്കറ്റിൽ അവിടുത്തെ ചന്തയിൽ വിൽക്കാൻ പോയപ്പോൾ രാജ്യത്തെ പടന്മാർ വന്ന് കള്ളനാന്നും പറഞ്ഞു. അപ്പൊ രാജ്ഞിയുടെ ഒരു ചിലമ്പ് നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് ഈ ചിലമ്പ് അതാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ പാണ്ഡ്യരാജാവ് ഒന്നും ആലോചിക്കാതെ തല വെട്ടിക്കളയുകയും ദേവി അതിന്റെ ദേഷ്യത്തിൽ മധുരാ നഗരം ചുട്ട് ചാമ്പലാക്കുന്ന പോലെ ശപിക്കുകയും ചെയ്ത്. അപ്പൊ മധുര മീനാക്ഷി ദേവി, അതായത് മധുര നഗരത്തിന്റെ അധിപയായ മധുര മീനാക്ഷി ദേവി മധുര നഗരം ചുട്ട് ചാമ്പലാക്കിയ ദേവി അവിടുത്തെ ദേവിയുടെ അപേക്ഷ പ്രകാരം മധുര നഗരം വിട്ട് കേരളത്തിലേക്ക് പോകുന്നു. അതാണ് കണ്ണകി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ കഥയൊന്ന് പറയുന്നത് ഏയാന്ന് തോന്നുന്നു, കഥയൊന്ന് പറയുന്നത് കേൾക്കാം. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുകയായിരുന്നു. എന്നാൽ കാലചക്രം തിരിഞ്ഞപ്പോൾ വിധിയുടെ ക്രൂരമായ ചതിയിൽ കണ്ണകിയും അതിയായ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുകയായിരുന്നു. എന്നാൽ കാലചക്രം തിരിഞ്ഞപ്പോൾ വിധിയുടെ ക്രൂരമായ ചതിയിൽപ്പെട്ട് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് കോവലൻ ദരിദ്രനായി മാറി. തളർന്നു പോയ ഭർത്താവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച കണ്ണകി തൻ്റെ പക്കലുണ്ടായിരുന്ന മാണിക്യച്ചിലമ്പ് അവന് നൽകി. അങ്ങനെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായി വലിയ പ്രതീക്ഷകളോടെ അവർ മധുരയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ആ മഹാനഗരം അവർക്കായി കാത്തുവച്ചത് സങ്കല്പിക്കാനാവാത്ത ഒരു വലിയ ദുരന്തമായിരുന്നു. ചിലമ്പ് വിൽക്കാനായി മധുരയിലെ തെരുവിലിറങ്ങിയ കോവലനെ രാജഭടന്മാർ പിടികൂടി. കോവലന്റെ കയ്യിലുള്ളത് മധുരയിലെ രാജ്ഞിയുടെ മോഷ്ടിക്കപ്പെട്ട ചിലമ്പാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. യാതൊരു വിചാരണയുമില്ലാതെ കള്ളനെന്നാരോപിച്ച് പാണ്ഡ്യരാജാവ് ആ നിരപരാധിയെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തി. മധുരയിലെ കൊട്ടാരത്തിൽ തൻ്റെ പ്രാണനാഥനായ കോവലന്റെ ചോര വീണതറിഞ്ഞ നിമിഷം കണ്ണകിയിലെ അടങ്ങാത്ത സങ്കടം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അലങ്കോലപ്പെട്ട മുടിയും കണ്ണീർ വറ്റി രക്തം പൊടിയുന്ന കണ്ണുകളുമായി അവൾ പാണ്ഡ്യരാജാവിന്റെ രാജസദസ്സിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഇരച്ചു കയറി. അനീതി കാട്ടിയ രാജാവേ, രാജ്ഞിയുടെ ചിലവിൽ ഇതുപോലുള്ള മാണിക്യ കല്ലുകളാണോ എന്ന് നോക്ക്. അവളുടെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ കൊട്ടാരത്തലങ്ങളിൽ മുഴങ്ങി. തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി കൈവശമുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പ് അവൾ രാജാവിന് നേരെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. അതിൽ നിന്നും ചിതറിത്തെറിച്ച മാണിക്യക്കല്ലുകൾ കണ്ട് അത് രാജ്ഞിയുടെ ചിലമ്പല്ല എന്ന് പാണ്ഡ്യരാജാവിന് ബോധ്യമായി. സത്യം തിരിച്ചറിഞ്ഞ രാജാവ് നീറ്റലോടെ ഹൃദയം പൊട്ടി മരിച്ചു വീണു. എന്നാൽ കണ്ണകിയുടെ ദുഃഖവും കോപവും അവിടെ അവസാനിച്ചില്ല. വഞ്ചനയും അനീതിയും നിറഞ്ഞ ആ നഗരം ഇനി നിലനിൽക്കരുതെന്ന് അവൾ ശപിച്ചു. പതിവ്രതയായ കണ്ണകിയുടെ ഉള്ളിലെ ക്രോധം ഉഗ്രമായ അഗ്നിയായി രൂപമെടുത്തു. അതിസമ്പന്നമായ മധുരാ നഗരം ഒന്നാകെ കണ്ണകിയുടെ നെഞ്ചിലെ തീയിൽ എരിഞ്ഞടങ്ങി. അനീതിക്കെതിരെ ഒരു പെണ്ണിന്റെ ഏറ്റവും തീവ്രമായ പോരാട്ടമായിരുന്നു അത്. സങ്കടവും ക്രോധവും നിറഞ്ഞ മനസ്സോടെ ദക്ഷിണദേശത്തേക്ക് യാത്ര തിരിച്ച കണ്ണകി കന്യാകുമാരി വഴി കേരളത്തിൽ പ്രവേശിച്ച് ശ്രീലക്ഷ്മി ഇവരുടെ ഈ കുടുംബം തന്നെ ഇതിനു വേണ്ടി നോയമ്പും പൂജയൊക്കെ ചെയ്ത് നിൽക്കുന്നവരാണ്. ചെറുപ്പം തൊട്ടേ ഈ ഒരു ഭരണി നാളിൽ കോമരം തുള്ളെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ 2-3 വർഷമായിട്ട് ഈ കുട്ടിയെ കാണുന്നവരുണ്ട്. ചെറിയ കുട്ടിയാണ്. അപ്പൊ അവരുടെ വീടും പരിസരവും ഒക്കെ കാണും. ആ കുട്ടിയെ പിടിച്ച് ഇനി ആദ്യം ആക്കാതിരുന്നാൽ മതിയായിരുന്നു മാത്രമേ ഉള്ളൂ. കാര്യം അതിന്റെ ഒരു കണ്ണുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു മയക്കക്കണ്ണ് പോലെ ഒരു പ്രത്യേകത ഉള്ള ഒരു കുട്ടിയാണ്. ഒരു ചൈതന്യം ഉണ്ട് മുഖത്ത്. നമുക്ക് ആ കൊച്ചിനെ ഒരു കണ്ണകിയുടെ രൂപത്തിലേക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു മുഖമൊക്കെ ഉള്ള ഒരു കൊച്ചാണ്. അത് നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇതിന്റെ ശാസ്ത്രീയമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ തുള്ളുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന് നമ്മൾ വായിക്കോട്ടെ, നമ്മൾ 3-4 പേര് കൂടിയിരിക്കുമ്പോൾ ഒരാള് വായിക്കോട്ടെ വിടുകയാണെങ്കിൽ അടുത്ത ആളും ഉടനെ തന്നെ വിടുന്ന ഒരു പ്രതിഭാസമില്ലേ, അതേപോലെ തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. ഒരാൾ തുള്ളുന്ന ഇങ്ങനെ കാണുമ്പോഴത്തേക്കിന് നമുക്കും അങ്ങനെ തോന്നും, ആ ഒരു തുള്ളാനായിട്ട് അങ്ങനത്തെ ഒരു ഇത് വരുമെന്നാണ് പറയുന്നത്. കാരണം ചോറ്റാനിക്കരയൊക്കെ കീഴ്ക്കാവില് രാത്രി 12 മണിക്ക് പോയാൽ അവിടെയൊക്കെ ഇങ്ങനെ തുള്ളുന്നുണ്ട്. അപ്പൊ ഈ തുള്ളൽ കാണാൻ പോയി നിൽക്കുന്നവര് കുറച്ചു നേരം കഴിഞ്ഞാൽ എല്ലാവരും അല്ല, എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർ ആ തുള്ളലൊക്കെ കണ്ടു നിന്നാൽ അപ്പൊ തന്നെ അവരും തുള്ളുന്ന ഒരു രീതി ഞാനും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ശാസ്ത്രീയത പറയുന്നത് കേൾക്കാം. ചെണ്ടമേളമുണ്ട്, ക്രൗഡിന്റെ ശബ്ദമുണ്ട്, നല്ല ചൂടുണ്ട്. അതിനോടൊപ്പം തന്നെ ആൾക്കാർ ഇങ്ങനെ ചാൻഡ് ചെയ്യണം മന്ത്രാസ്, അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള മന്ത്രാസ് ഒക്കെ ചാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, ഓക്സിജൻ ലെവൽ അതിനകത്തൊക്കെ നേരിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു വെന്റിലേഷൻ കുറവായിരിക്കും ഇത്രയും ക്രൗഡ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്. അപ്പൊ ആ എയർ ഫ്ലോയിലും ഡിഫറൻസ് ഉണ്ട്. അതുകൂടാതെ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ പല ആൾക്കാരും ടയേർഡ് ആയിരിക്കും. പിന്നെ ചില ആൾക്കാർ ഫുഡ് കഴിക്കാതെ, ഒരിക്കൽ എന്നൊക്കെ പറയും, ചില സമയത്ത് വ്രതം എടുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ 2 ദിവസത്തെ ഭക്ഷണമൊക്കെ കഴിക്കാതെ വന്ന് ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല പല ആൾക്കാരും തലേദിവസം നന്നായിട്ട് സ്ലീപ്പ് ചെയ്യണമെന്നില്ല. അതിന്റെ കൂടെ ഏറ്റവും വലിയ വൈറസ് ആയിട്ടുള്ള ഭക്തി ഇവരുടെ തലയ്ക്കകത്തുണ്ട്.
ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പ്ലസ് ഭക്തിയും കൂടെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ടോപ്പ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഒരുപാട് കൂടുതലായി. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമുക്ക് റാഷണൽ ആയിട്ട് യുക്തിപരമായിട്ട് നമ്മളെ പല ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ആ വ്യക്തിയുടെ സെൻസ് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. ഫേക്ക് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ പറഞ്ഞ റീസൺസ് കാരണം നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ ഈ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെ വെളിച്ചപ്പാട് പോലെ തുള്ളുന്ന സമയത്തും അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന ടൈമിൽ എൻഡോർഫിൻസും അതുപോലെ ഡോപ്പമിനും അങ്ങനെ 2 കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ റിലീസ് ആകുന്ന ടൈമിൽ നമുക്ക് പെയിൻ എന്താണ്, നമുക്ക് വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറും. ഇതെല്ലാം കൂടെ ചേരുമ്പം ഒരാൾക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അവനവന്റെ ആ സ്വബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെ തുള്ളാൻ തുടങ്ങും. ഇനി ഒരാൾ തുള്ളുന്നത് കണ്ടു കഴിയുമ്പം തൊട്ടടുത്തുള്ള ആൾക്കാരിലോട്ട് ഇതിങ്ങനെ പടരും. അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മിറർ ന്യൂറോൺസ് ആണ് അതിന്റെ പുറകിലെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വായിക്കോട്ടെ വിടുന്ന സമയത്ത് യാൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ ക്ലാസ് റൂമിന്റെ ഒരറ്റത്തിരുന്ന് ഇങ്ങനെ യാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അത് കാണുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് തോന്നില്ലേ? അത് ഈ മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഒരാൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലോട്ട് പോയി ഇങ്ങനെ തുള്ളുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് അതിനെ കോപ്പി ചെയ്ത് നമ്മൾ അങ്ങനെ ആ ഒരു സ്റ്റേജിലോട്ട് മാറാൻ. സ്പാനിഷ് വ്ളോഗർ എടുക്കാൻ വന്നായിരുന്നു. അവരിത് കണ്ടു നിന്ന് അവര് തുള്ളി തുടങ്ങി. അത് നിങ്ങൾ വൈറലാണ്, അത് കണ്ട് ആണ് നിങ്ങൾ. ഇപ്പോൾ സ്പാനിഷ് യുവതി തുള്ളുന്ന കാണുമ്പോൾ ഈ സയൻസ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവരതിലൊന്നും ശ്രദ്ധിക്കാതെ അവർ വ്ളോഗറാണ്, അവർ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് അവർ കയറി തുള്ളുന്നത്. അതേപോലെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കോമഡി ആയിട്ട് കണ്ട ഒരു ചുരിദാർ ഇട്ടൊരു പെണ്ണ്, അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്താണ്, വെറുതെ നിന്ന് തുള്ളുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ആ ചുരിദാറൊക്കെ വലിച്ചിടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ആ ബോധത്തോടെയുള്ള തുള്ളലാന്ന്. അങ്ങനെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ശ്രീലക്ഷ്മി ശരിക്ക് വ്രതമൊക്കെ എടുത്ത് വന്ന് അവരാ കുടുംബമായിട്ട് തന്നെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒന്ന് പറയാം, ആ കുട്ടിയുടെ ദേവി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കട്ടെ, നല്ല കാര്യം. പക്ഷെ അതിനെ പിടിച്ച് ആൾദൈവമാക്കാനും എടുക്കാനും ദൈവത്തെ ഓർത്ത് പോകരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, ആൾദൈവങ്ങളെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ആ കുട്ടിയെ അതിന്റെ ആ ഒരു മോണലിസയെ ഇഷ്ടപ്പെട്ട പോലെ അങ്ങനെ ഒരു ഇഷ്ടം, അത് എനിക്കും തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അത് ദേവിയാണ്, കണ്ണകിയാണ്, അയ്യോ ലക്ഷ്മി നാരായണ ദേവി നാരായണ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ തൊഴേണ്ട ആവശ്യമില്ല. അതിന്റെ കാൽക്കൈ വീഴുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു ജനങ്ങൾ ഭ്രാന്തുമൂത്ത്. അതിന്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. നമ്മുടെ ആചാരങ്ങളെ ഇതിനെയൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അതിനുള്ള ആളായിട്ടില്ല നമ്മളൊക്കെ. പക്ഷെ എന്നാലും കണ്ടമാനം അങ്ങോട്ട് അന്ധവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ വിഷമം തോന്നും. കാരണം കാലം ഇത്രയും മാറിയിട്ടില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.